അതിനുശേഷം നമ്മൾ ആദ്യമേ ഈ സൗണ്ട് കേട്ടു. ടേക്ക് ഓഫിൻ്റെ ആ സമയത്ത് തന്നെ ഈ ഒച്ച കേട്ടിട്ട് അവർ ക്യാബിൻ ക്രൂവോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു റിഫ്ലക്റ്റിന് തട്ടിയിട്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായതെന്നാണ് അവർ പറഞ്ഞത്. വീണ്ടും ചോദിച്ചു, അതിലൊരു ഹസീബ് എന്ന് പറയുന്നൊരു ക്രൂ ഉണ്ടായിരുന്നു, അവനോട് വീണ്ടും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇതാണ് ഇതിൻ്റെ വിഷയം. അങ്ങനെ നമ്മൾ എത്താറാകുമ്പോൾ അരമണിക്കൂർ മുമ്പാന്ന് പറയുന്നത് കൊച്ചിയിലേക്ക് പോകുന്നുണ്ട്, ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു ടയർ പൊട്ടിയതല്ല, ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ട് എന്നൊക്കെ പറയും. അല്ലാതെ നമുക്ക് മുമ്പേ അറിയായിരുന്നു അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അവിടെ അവർക്കത് അവിടെ സ്റ്റോപ്പ് ചെയ്യായിരുന്നു. അവർ ചെയ്യാതെ സൗദിയിലാകുമ്പോൾ ഈ എക്സ്പെൻസും കാര്യമെല്ലാം വയ്ക്കും. ഇത്രയും സമയം അകത്ത് ഇരുന്നിട്ട് ഈ പ്രായമായ കുറേ ഒരുപാട് ഉമ്മമാരൊക്കെ ഉണ്ട് ഉംറക്ക് പോയ, അവർക്ക് മറ്റൊരു ഫുഡിന് വെച്ചിട്ട് ഇതുവരെ അകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ 1.5-2 മണിക്കൂറായി ഇവിടെ വെയിറ്റ് ചെയ്യും എയർ ഇന്ത്യ. ഒരു കാര്യമില്ല അവരോട് സംസാരിച്ചിട്ട്. അങ്ങനെ നമ്മളെല്ലാം ലാസ്റ്റ് ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് സമരം ഒഴിവാക്കിയിട്ട് പുറത്തേക്ക് ചാടിയിട്ട് വരുന്നത് മതി നിർത്തി. അകത്ത് പ്രതിഷേധം ഉണ്ടായിരുന്നു, നല്ല പ്രതിഷേധം ഉണ്ടായിരുന്നു. ഒരു മണിക്കൂറിന് മുകളിൽ പറഞ്ഞോട് ഞങ്ങൾ 1.5 മണിക്കൂർ വേസ്റ്റ് ആയി എന്നല്ലാണ്ട് യാതൊരു കാര്യമില്ല. അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു മാനസിക പരിഗണന, അല്ലെങ്കിൽ നമ്മൾ അവരെ കസ്റ്റമറാണ്, നമ്മൾ പൈസ കൊടുത്ത് വന്ന പാസഞ്ചറാണ്, നമുക്ക് പല അവകാശങ്ങളുണ്ട്. അതൊന്നും ഒരു പരിഗണനയില്ല. അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ഒരു ക്രാഷ് സംഭവിച്ചെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? പ്രായമായ ആൾക്കാർക്കാണ് ഒന്ന് ഇരുത്താം, ഒരു സാമാന്യ ഒരു മര്യാദയില്ല. ഒരുപാട് പേരുണ്ട് അവരുടെ സ്റ്റാഫ്, ഇരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാം, ഗുളിക കഴിക്കാനുള്ള ആളുണ്ടാവും. ഇന്നലെ രാത്രി വിട്ട ഫ്ലൈറ്റ് ആണ്, ഒന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ. അതാണ് നമുക്ക് ദേഷ്യം പിടിച്ചത്. ഇതുവരെ ഞങ്ങൾ ഭക്ഷണം വരെ ആരും കഴിച്ചിട്ടില്ല. നൗഫൽ, എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ അവർ അനുഭവിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും എയർ ഇന്ത്യയുടെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് ജിദ്ദയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഒരു വിദേശ വസ്തു സംശയാസ്പദമായ സാഹചര്യത്തിൽ റൺവേയിൽ കിടക്കുന്നുണ്ടായിരുന്നു, അതിൽ തട്ടി. അതിനുശേഷമാണ് ഇത്തരത്തിൽ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് തന്നെയാണ് അവർ നൽകുന്ന ഒരു ഔദ്യോഗിക വിശദീകരണം. എന്തായാലും എമർജൻസി ലാൻഡിങ് അവർ ഇവിടെ ആവശ്യപ്പെടുകയും പിന്നീട് സിയാൽ അധികൃതർ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തു. എന്തായാലും യാത്രക്കാർ 160 പേരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അവർ സുരക്ഷിതമായിട്ട് എത്തി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ അപ്പോഴും ഇതിൽ പ്രായമായവർ ഉണ്ട്, കുട്ടികളുണ്ട്, അതുപോലെ തന്നെ വിവിധ മേഖലയിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ആളുകളെല്ലാം തന്നെയുണ്ട്. അത്തരത്തിൽ ആളുകളെല്ലാം ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അവർക്ക് ഇവിടെ എത്തിയപ്പോൾ ഇന്ന് പുലർച്ചയോടുകൂടി അവിടെ നിന്ന് പോകുന്നതാണ്. ഇവിടെ എത്തി ഇവർക്ക് പക്ഷേ വിശ്രമിക്കാനോ ഭക്ഷണം കഴിക്കാനോ അതുമായി ബന്ധപ്പെട്ട മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കാനോ ഒന്നും തന്നെ സൗകര്യം ഒരുക്കി നൽകിയിട്ടില്ല എന്നാണ് ഇവർ യാത്രക്കാർ എല്ലാം പ്രധാനമായും അവിടെ. നെടുമ്പാശ്ശേരിയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് അടിയന്തരമായി ലാൻഡ് ചെയ്തത്. അത് ജിദ്ദയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ചില ശബ്ദങ്ങൾ കേട്ടിരുന്നതായി യാത്രക്കാർ പറയുന്നു. അതായത് ഏതോ റിഫ്ലക്ടറിൽ തട്ടിയതാകാം കാരണമെന്നാണ് ഒരു യാത്രക്കാരൻ പറഞ്ഞത്. അതുപോലെ എന്തോ ഒരു വസ്തുവിൽ തട്ടി എന്നുള്ള കാര്യം എയർ ഇന്ത്യയും വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയില്ല. കരിപ്പൂരിൽ ഇറക്കാതിരുന്നു, ഒരുപക്ഷെ കരിപ്പൂരിലെ റൺവേ ചെറുതായതുകൊണ്ടാകാം. കാരണം ടയർ പൊട്ടിയ ഒരു വിമാനം ഇറക്കാവുന്നൊരു അവസ്ഥയിലല്ല, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുപക്ഷെ കരിപ്പൂരിൽ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയത്. ഏതായാലും യാത്രക്കാരെ ഇപ്പോൾ റോഡ് മാർഗം കരിപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.